വെൽക്കം ബാക്ക് അഗൈന. ഷർഫാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ കൂരിയാട് പാടത്താണ്. പാടത്തിൻ്റെ നടുക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതേപോലെ ബാക്കിൽ നമ്മൾ പണി നടക്കുന്ന ഹൈവേ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാനൊരു 10-15 കിലോനോളം വെയിറ്റ് കുറച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ ശേഷം. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളിപ്പോൾ ഈ കേൾക്കണ പോലെ ഒരാളടുത്തുനിന്ന് കേട്ട് സാധനം വാങ്ങി കഴിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു റിസൾട്ട് നമ്മളെ വീഡിയോയിലൂടെ ഞാനങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ എൻക്വയറി ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഒരാളാണ് എനിക്കിത് പരിചയപ്പെടുത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവൻ്റെ റിസൾട്ട് കണ്ടിട്ടാണ് വാങ്ങിയിട്ട് കഴിക്കാൻ തുടങ്ങിയത്. ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ മുഖാന്തരം ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥയും പിന്നെ ഈ കമ്പനീനെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടും കുറേ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ ഒരു സൈലൻ്റ് രൂപത്തിൽ ഇങ്ങനെ നിൽക്കേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. കാരണം ഞാൻ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരാളൊന്നുമല്ല. പിന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ യൂസർ എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇവൻ മുഖാന്തരമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവനക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഇവനാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾ. മുർഷിദ് എന്നാണ് ഇവൻ്റെ പേര്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു 4 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സന്തോഷം ഷർഫ് ഖാനെ പരിചയപ്പെടാൻ പറ്റിയാലും. ചുമ്മാ പരിചയപ്പെട്ട് തുടങ്ങിയതാണ്. അതൊരു വലിയൊരു ബോണ്ടിലോട്ട് അത് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ ഷർഫ് ഖാനെ പരിചയപ്പെട്ട സമയത്ത് തന്നെ നമ്മളെ കമ്പനിയുടെ പ്രോഡക്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷർഫ് ഖാനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഷർഫ് ഖാൻ അത് കഴിക്കുന്നുണ്ട്. ഷർഫ് ഖാൻ അത് നല്ല രീതിയിലുള്ള ഒരു മാറ്റം റിസൾട്ട് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു മാറ്റം റിസൾട്ട് അദ്ദേഹത്തിന് അതിലൂടെ കിട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഷർഫ് ഖാനെ പരിചയപ്പെട്ട സമയത്ത് തന്നെ ഷർഫ് ഖാൻ്റെ വെയിറ്റിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വയറുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അദ്ദേഹം ഒരു ഫാറ്റി ആണെന്നുള്ളത് അപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് കുറക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് താല്പര്യമുണ്ട്, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഈ ഐസ്ലിം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റാണ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ, പട്ടിണി കിടന്നിട്ടോ രീതിയിലൊന്നുമല്ല, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം. അങ്ങനെ ഷർഫൊക്കെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യമായിരിക്കും. എൻ്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എനിക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കമ്പനി പറയുന്ന കാര്യം ഇതാണ്: ഡ്രിങ്ക് ഇറ്റ്, ഫീൽ ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക, ഉപയോഗിച്ച് കിട്ടിയ ഗുണം അത് നിങ്ങൾ മറ്റു വ്യക്തികളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കമ്പനി തന്നെ പറയുന്നത്. അപ്പോൾ അതായത് റിസൾട്ട് പ്രൊഡക്റ്റ് അത്രയും ക്വാളിറ്റി റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് അത് കമ്പനി എന്ത് ചെയ്യുന്നത് ആ രീതിയിലോട്ട് കമ്പനി പറയുന്നത്. നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക, എന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണോ അത് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഐസ്ലിമിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ കുറേ ആളുകളുണ്ടാവും വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. പക്ഷേ പല ആളുകൾക്ക് ആഗ്രഹമുണ്ട് ഇതെങ്ങനെ കുറക്കണമെന്നൊക്കെ. പക്ഷേ പല ആളുകളും അത് വിചാരിച്ച പോലെ അത് നടക്കുന്നില്ല. പല പ്രൊഡക്റ്റുകളൊക്കെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് മാറ്റം കിട്ടും, പക്ഷേ വീണ്ടും തിരിച്ചു വരുന്ന സിറ്റുവേഷനൊക്കെ പല ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. കഴിക്കുന്ന സമയത്ത് തടി കുറയും, പിന്നെ വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും. അങ്ങനത്തെ കുറേ പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഓവർ എക്സസൈസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിലൊന്നും ഇത് വെയിറ്റ് കുറയ്ക്കരുത് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. കാര്യം ഈ ശാസ്ത്രീയമായ രൂപത്തിലല്ല നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വാട്ട് ലോസ് പോലെ പല സൈഡ് എഫക്റ്റുകളും ബോഡിയിൽ പല ഇഷ്യൂസും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് ഒരു വ്യക്തിൻ്റെ ശരീരത്തിലോട്ട് വേണ്ട എല്ലാ ന്യൂട്രീഷ്യൻസും പോഷകങ്ങളും കൊടുത്തും കൊണ്ട് നല്ല രീതിയിൽ നാച്ചുറലായിട്ട് ഈ പറഞ്ഞ ശാസ്ത്രീയമായ രൂപത്തിൽ വെയിറ്റ് കുറക്കാൻ പറ്റുന്ന ഒരു അമേസിങ് പ്രൊഡക്റ്റാണ് ഐസ്ലിം ഫ്ലാറ്റമീസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് 4 ഫ്ലേവറിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ബോക്സിൽ 28 പീസാണ് ഉണ്ടാവുക. ഒരു കേക്ക് ഫോമിൽ വരുന്ന സാധനമാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിച്ചും കൊണ്ട് നമ്മൾ രാത്രിത്തെ ഡിന്നർ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം. രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം ഡിന്നർ സ്കിപ്പ് ചെയ്തും കൊണ്ട് ഒരു ഐസ്ക്രീം ബാർ കഴിക്കുക എന്നുള്ളതാണ്. ആ ഐസ്ക്രീം ബാർ കഴിക്കുന്നതിലൂടെ നിങ്ങൾ ശരീരത്തിൽ ഉള്ള ബാഡായ ഫാറ്റിനെ മൊത്തം റിമൂവ് ചെയ്തും കൊണ്ട് ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് നിങ്ങൾ തിരിച്ചെത്താൻ വേണ്ടി കഴിയുന്നുണ്ടാവും. ശരീരത്തിൽ അടിഞ്ഞു കൂടിയ ബാഡായ ഫാറ്റിനെ കംപ്ലീറ്റ് പുറം തള്ളും. ആദ്യ റിസൾട്ട് വരെ നമ്മുടെ സ്റ്റൊമക്കിലാണ്. വയറാണ് നമുക്ക് ആദ്യം കുറച്ച് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിലോട്ട് ഹൈറ്റിനൊത്ത വെയിറ്റ് എന്ന് പറഞ്ഞൊരു കണക്കുണ്ട്. ആ ഒരു കണക്കിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഐസ്ലിം നമ്മൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ഈ ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊരു കണ്ടിന്യൂ ആയി നിങ്ങൾ കഴിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് നിങ്ങൾ തിരിച്ചെത്താൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതൊരു വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റാണ്. ഒരു മനുഷ്യൻ അങ്ങനെ ചുക്കുന്ന ഒരു അല്ലെങ്കിൽ ഓവർ വെയിറ്റ് കുറയുന്ന സിറ്റുവേഷൻ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇത് ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള ബാഡായ ഫാറ്റിനെ മൊത്തം റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് തിരിച്ചെത്തിക്കുകയാണ് ചെയ്യുക. അതായത് ശരീരത്തിൽ ഒരു മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിലോട്ട് എത്തിക്കുകയാണ് കമ്പനി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും വെയിറ്റ് കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ, ഈ പറയുന്ന കുറേ അതുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാലുവേദന, ജോയിൻറ്റിൽ പെയിന്, അതുപോലെ തന്നെ കിതപ്പ്, അതുപോലെ തന്നെ ഈ പറയുന്ന ക്ഷീണം, അത് കുറേ പ്രശ്നങ്ങൾ ഈ ഒരു വെയിറ്റ് കൂടുതലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഐസ്ക്രീം റിസൾട്ട് കിട്ടുന്നതാണ്. വെയിറ്റ് കുറഞ്ഞതിലോടുകൂടി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ വ്യക്തിൻ്റെ ശരീരത്തിലോട്ട് വേണ്ട എല്ലാ ന്യൂട്രീഷൻസും ഇതിലൂടെ കിട്ടും, ഐസ്ക്രീമിലൂടെ കിട്ടും. അതന്നെ ആ വ്യക്തിൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ അമേസിംഗ് ആയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ധൈര്യത്തിൽ ഉപയോഗിക്കാം. ഇതിൽ ഒരുപാട് ഹെർബൽ എക്സ്ട്രാക്റ്റുകളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ചേരുവകൾ ഇതിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രൊഡക്ട്സ് നാച്ചുറലാണ്. അതുപോലെ തന്നെ US പാറ്റൻറ്റോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ ആളുകളും ഉപയോഗിക്കാം. എല്ലാവർക്കും നല്ലൊരു വെയിറ്റ് ലോസ് ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കേട്ടല്ലോ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങൾ. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സംഗതി പക്കാ ജെനുവിനാണ്. ഇവൻ പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഒരു ജെനുവിനിറ്റി കണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയതും കഴിച്ചതും ഉപയോഗിച്ചതും അതിൻ്റെ റിസൾട്ട് കിട്ടിയതും. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തെന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാവും, തടി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തതോടുകൂടി തന്നെ ഒരുപാട് ആൾക്കാർ ഇന്നായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അതിന് ഒരുപാട് ആൾക്കാർ സാധനം പർച്ചേസ് ചെയ്തിട്ടുമുണ്ട്, അവർ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ സംഗതി. അതേപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംശയം കൊണ്ട് ഇങ്ങനെ നിൽക്കണത്, വാങ്ങണ്ട, എന്താണ് ഈ പ്രൊഡക്റ്റിൻ്റെ അവസ്ഥ, അപ്പോൾ ഇതിനൊരു ജെനുവിനിറ്റി എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇവനായിട്ട് ബന്ധപ്പെട്ടതും. ഇവന് ഈ സംഗതി സ്ഥിരമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവനക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് മാറിയ റിസൾട്ടിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത് സത്യത്തിൽ. അപ്പോൾ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി. അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ ഇതിന് ഒരുപാട് പാറ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് പോകാൻ തന്നെ പറയും. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ US പാറ്റൻറ്റ് കിട്ടിയ പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. ഒരുപാട് ആയുർവേദിക് ആയിട്ടുള്ള, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ചേരുവകൾ ഈ ഒരു ഐസ്ക്രീം ഫ്ലാറ്റമീസിലുണ്ട്. നമ്മളെ സലേഷ്യ റെറ്റിക്കുലേറ്റ, അതുപോലെ തന്നെ അശ്വഗന്ധ, നമ്മളെ കാപ്പിക്കാച്ചു, സസാവം ഇഞ്ചിക്കം, അതുപോലെ തന്നെ നമ്മൾ ഓട്സ്, രാഗി, സോയ് പ്രോട്ടീൻ, ഇങ്ങനെ കുറേ ആയുർവേദിക് ആയിട്ടുള്ള ചേരുവകൾ നമ്മൾ ഐസ്ക്രീമിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലോട്ട് വേണ്ട എല്ലാ പോഷകങ്ങളും ഐസ്ക്രീമിലൂടെ കിട്ടുകയും ചെയ്യും. ശരീരത്തിൽ ഈ ബാഡായി കിടക്കുന്ന ഫാറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി വെയിറ്റിലോട്ട്, ഒരു ഐറ്റിനൊത്ത വെയിറ്റിലോട്ട് ഒരു വ്യക്തിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ ഈ ഒരു ഐസ്ക്രീമിനെ കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള ചേരുവകളാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഉപയോഗിക്കുക. ഐസ്ക്രീം ഉപയോഗിക്കേണ്ട രീതി കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗിക്കേണ്ട രീതി വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയും ഉച്ചക്കും ഭക്ഷണം കഴിക്കാം, വൈകുന്നേരത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇന്ന് വൈകിട്ടാണ് മെയിൻ ഫുഡ് അടി. ഈ പറയുന്ന വൈകിട്ട് 8 മണി 9 മണിക്ക് ശേഷമാണ് അങ്ങാടിയിലോട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത്, ഫുഡ് അടിച്ച് മിന്നി സെറ്റായി ഒറ്റ പോയി കെടുത്താണ്. വൺ ഡേഞ്ചർ ആയിട്ടുള്ളൊരു വിഷയമാണത്. നമ്മൾ ഈ വെയിറ്റ് കൂടാൻ, വയറുണ്ടാവാനൊക്കെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വലിയൊരു കാരണതാണ് ഈ രാത്രിത്തെ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് നമ്മൾ നല്ല രീതിയിൽ അടിച്ച് കയറ്റും. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള വിഷയം കൂടിയാണ്. അറ്റാക്ക് പോലത്തെ വിഷയങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ കരൾ സംബന്ധമായുള്ള അസുഖങ്ങൾ വരും, പ്രമേഹം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിന്, ജോയിൻറ്റിലൊക്കെ പെയിന്, തരിപ്പ് കാര്യങ്ങൾ, പല ഇഷ്യൂസും അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത്. സൂര്യ ഉദിക്കുന്നതിൻ്റെ മുമ്പ് എണീക്കുക, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ഈ രണ്ട് കാര്യം ചെയ്താൽ തന്നെ ഒരു ഇതൊക്കെ ഹെൽത്തി ആക്കി നമുക്ക് ജീവിക്കാൻ പറ്റും. സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുക, സൂര്യ അസ്തമിച്ചതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കരുത്. ഇതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇന്ന് വൈകുന്നേരം ഭക്ഷണം ആൾക്കാർ നല്ല രീതിയിൽ അടിച്ച് മിന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഐസ്ക്രീമിലൂടെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. വൈകുന്നേരത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്യുക, അതിന് പകരമായിട്ട് ഐസ്ക്രീം ബാർ നിങ്ങൾ കഴിക്കുക. ഒരു കേക്ക് ഫോമിൽ വരുന്ന സാധനമാണ്. അത്യാവശ്യം വിശപ്പ് മാറാനുള്ള സാധനം അത് ഐസ്ക്രീം തന്നെ ഉണ്ട്. അത്യാവശ്യം സൈസുള്ള ഒരു പീസ് ആണത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളത് കഴിക്കാം. ഐസ്ക്രീം ഡിന്നറിന് പകരമായിട്ട് ഐസ്ക്രീം കഴിക്കുക. എന്നതിന് ശേഷം ഉപയോഗിക്കേണ്ട രീതി, അരമണിക്കൂർ ഇത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കൂടി സെറ്റ് ആവണം. ഇത് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഐസ്ക്രീം കഴിച്ച് എന്ന് കരുതിക്കൊണ്ട് ഇതിൻ്റെ വെയിറ്റ് മൊത്തം കുറയും, ഞാൻ നല്ല ഇതിൽ ഫുഡൊക്കെ ഐസ്ക്രീം കഴിഞ്ഞതിന് ശേഷം രാത്രി 12 മണിക്ക് പോയിട്ട് ഫുഡ് അടിക്കുക, രാവിലെ എണീറ്റ് ഉച്ചക്കും അതിൻ്റെ പ്രതികാരം തീർക്കുക, ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മളതായിട്ടുള്ളൊരു കൺട്രോൾ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. കുറച്ച് എക്സസൈസ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷർഫുക്ക അദ്ദേഹം എക്സസൈസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഫാസ്റ്റായിട്ട് റിസൾട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളും കൂടി വിചാരിക്കണം എനിക്ക് വെയിറ്റ് കുറക്കണം എന്നുള്ളത്.
ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് എൻ്റെ വെയിറ്റിന് കുറഞ്ഞോളും എന്ന് ചിന്തിക്കരുത്. നമ്മളും കൂടി വിചാരിക്കണം, അതിന് ഫുഡിലും കാലം കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ പറയുന്ന രാവിലെയൊക്കെ എണീറ്റ് കുറച്ച് നടക്കുക, വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. 2024 നമ്മൾ മുമ്പിൽ കടന്നു വന്നില്ലേ. 2024 ഒരുപാട് പ്ലാനുകൾ നമ്മുടെ ലൈഫിലെടുത്ത്, ഒരുപാട് പ്ലാനുകൾ അല്ലേ, കുറേ ഡ്രീംസ് സെറ്റാക്കിയിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എത്തിപ്പെടേണ്ട ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറേ പ്ലാനിങ്ങൾ നിങ്ങളെ കരിയറിലും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഫാമിലി ലൈഫിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ. എക്സൈറ്റിംഗ് ആയാലും കുറേ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞ് അതിൽ നിങ്ങൾ ഒരു വെയിറ്റ് കുറക്കണം എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ നിങ്ങൾ വെയിറ്റ് കുറക്കാൻ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഐസ്ലിം ഫ്ലാറ്റമൈസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ട് ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് നിങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റുന്നതാണ്. ഇൻഡസ്ട്രീവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. 2014 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഏകദേശം 10 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നൊരു കമ്പനി. ഈ 17-ാം തീയതി ജനുവരി 17-ാം തീയതി ആകുമ്പോഴേക്കും 10 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നൊരു ഫേമാണ് ഇൻഡസ്ട്രീവ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി. ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ പ്രൊഡക്ട്സിന് ഉണ്ട്. ഇന്ന് വേൾഡ് വൈഡ് ഒരുപാട് രാജ്യത്ത് കമ്പനിക്ക് പ്രസൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫേമാണ്. അത്രയും ജെന്യൂൻ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ ഐസ്ലിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഐസ്ലിം പ്രൊഡക്ട്സ് ഒക്കെ പറയാന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ആഷ് പ്രീം സർട്ടിഫൈഡ് ആയുള്ള പ്രൊഡക്റ്റാണ്, ഹലാൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ കോഷ് സർട്ടിഫൈഡ് ആണ്. നമ്മളെ യൂറോപ്യൻ രാജ്യത്തൊക്കെ കോഷ് സർട്ടിഫിക്കറ്റിന് ഭയങ്കര വാല്യൂ ആണ്. അതുള്ള പ്രൊഡക്റ്റാണ്. FDA അപ്രൂവൽ ഉണ്ട്. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ US സർട്ടിഫിക്കറ്റ് ആണ്. US അപ്രൂവൽ നമുക്ക് പ്രൊഡക്റ്റിനുണ്ട്. അമേരിക്കയ്ക്ക് ഈ പ്രൊഡക്റ്റ് കയറ്റിക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാൻ പറ്റും, ഒരു മനുഷ്യനെ വരെ അമേരിക്കയിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറാണ്. 48 മണിക്കൂറിനുള്ളിൽ ഈ പ്രൊഡക്റ്റ് അമേരിക്ക കയറ്റിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ പറയുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. വേൾഡ് ക്ലാസ് ക്വാളിറ്റിയാണ് നമ്മുടെ പ്രൊഡക്റ്റിനുള്ളതെന്നുള്ളതാണ്. ഐസ്ലിമാണ് കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഐപൾസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതൊരു ന്യൂട്രീഷൻ പ്രൊഡക്റ്റാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്കൊരു പോഷകാഹാരം നല്ല രീതിയിൽ കിട്ടുന്നില്ല. പോഷകങ്ങളെ കുറവ് മൂലം വരുന്ന അസുഖങ്ങൾ, ജോയിൻ്റ് പെയിൻ, തൈറോയിഡ്, വെരിക്കോസ് വെയിൻ, പൈൽസ്, ക്യാൻസർ, അറ്റാക്ക്, ട്യൂമർ, പക്ഷാഘാതം, അലർജി വിഷയങ്ങൾ, സ്കിൻ പ്രോബ്ലങ്ങൾ, ഇങ്ങനത്തെ കുറേ ജീവശൈലി ഇഷ്യൂസിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ഐപൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ദെൻ തേർഡ് പ്രൊഡക്റ്റ് ഈസ് ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. അത് ഡയബറ്റിക് മാനേജ് ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ്. ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നാച്ചുറലായിട്ട് ആയുർവേദിക് ആയിട്ട് ഷുഗർ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് ആ വ്യക്തിക്ക് തിരിച്ചെത്താൻ പറ്റുന്ന പ്രമേയ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഷുഗറുള്ളവർക്കും ഇല്ലാത്തവർക്കും വരാൻ ചാൻസുള്ളവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഫോർത്ത് പ്രൊഡക്റ്റാണ് ഐ ഗ്ലോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. അതൊരു കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റാണ്. സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ, പിമ്പിൾസ്, സ്ക്രാച്ചൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കോസ്മെറ്റിക്സ് ഐറ്റമാണ്. ദെൻ ഫിഫ്ത്ത് പ്രൊഡക്റ്റാണ് ഐ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. അത് ലേഡീസ് ഓൺലി പ്രൊഡക്റ്റാണ്. അപ്പോൾ 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മെനപ്പോസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ട് അവർ എത്തും. 35 വയസ്സിന് ശേഷം ആ ഒരു സ്റ്റേജിൽ അവർക്ക് ഉണ്ടാകുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. ഹോർമോൺ ഇംബാലൻസ്, അതുപോലെ തന്നെ സ്ട്രെസ്സ്, അതുപോലെ തന്നെ എല്ലിന് ബലക്കുറവ്, അവർക്ക് ദേഷ്യം വരിക, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ അവർക്ക് വരാറുണ്ട് സമയത്ത്. അതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഈ ഐ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ലേഡീനെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റാണ്. ദെൻ ലാസ്റ്റ് പ്രൊഡക്റ്റാണ് ഐഡുൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. നമ്മൾ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടും കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐഡുൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇങ്ങനെ 6 ഹെൽത്ത് പ്രൊഡക്ട്സിലാണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. എല്ലാ പ്രൊഡക്റ്റും ക്വാളിറ്റിയുള്ള, റിസൾട്ടുള്ള, 100% നാച്ചുറലും 0% സൈഡ് എഫക്റ്റ് ഉള്ള പ്രൊഡക്റ്റാണ്. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന എല്ലാ പ്രൊഡക്റ്റുകളും സ്റ്റാർട്ട് മെഡിസിൻ, ഇത് മരുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല. മരുന്ന് എന്നുള്ള ഒരു കണ്ണോട് കൂടി ഇതിനെ കാണരുത്. ഇതൊരു ഫുഡ് ഐറ്റമാണ്, ഭക്ഷണമാണ്. നമ്മൾ പഴയ ആൾക്കാർ പറയാറുണ്ട് നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന് എന്നുള്ളത്. നല്ല ഭക്ഷണം ശരീരത്തിലോട്ട് കൊടുത്താൽ മതി. നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരീരം നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ശരീരം ഒരു എഞ്ചിനാണ്. ആ എഞ്ചിന് വേണ്ട സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പണി. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ പോഷകങ്ങളുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഇന്ന് ഒരു വ്യക്തിക്ക് 99% ജീവശൈലി അസുഖങ്ങൾ വരുന്നത്. ഈ ഒബേസിറ്റി ആയിക്കോട്ടെ, ഈ പറയുന്ന ഡയബറ്റിക് ആയിക്കോട്ടെ, ജീവശൈലി പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതൊക്കെ വരുന്നത് ഈ പറയുന്ന നമ്മളെ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ശരീരത്തോട് വേണ്ട എല്ലാ പോഷകാഹാരം ഇതിലൂടെ കൊടുക്കുക, ആവശ്യമില്ലാത്തത് പുറന്തള്ള. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്നത്. ഐസ്ലിം ആണെങ്കിലും ചെയ്യുന്നതാണ്. ബാഡായ ഫാറ്റ് റിമൂവ് ചെയ്യുകയാണ്, ശരീരത്തോട് വേണ്ട സാധനം കൊടുക്കുകയാണ്. ക്ലിയർ. അപ്പോൾ വേൾഡ് രാജ്യത്ത് പല രാജ്യങ്ങളിലുള്ള പല പ്രൊഡക്റ്റുകളുണ്ട്. അവിടെയൊക്കെ അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് പല പ്രൊഡക്റ്റും അവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ നിർമ്മിതമുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് ജപ്പാനിലാണ്. ഇന്ത്യയിലല്ല ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. മാനുഫാക്ചറിങ് അതായത് പാക്കിംഗ് എല്ലാം നടക്കുന്നത് ബാംഗ്ലൂരാണ്. പക്ഷേ ഇതിൻ്റെ ഫോർമുലേഷൻ നടക്കുന്നത് ജപ്പാനിലാണ്. അപ്പോൾ ആ ജപ്പാനിൽ ഇത് ഫോർമാറ്റ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് അമേരിക്ക വരെ കയറ്റിയേക്കാൻ പറ്റുന്നത്. FDA അപ്രൂവൽ കിട്ടിയതുകൊണ്ടാണ്. കാര്യം ഇന്ത്യയിൽ ഉള്ള ചേരുവകളോ കാര്യങ്ങളോ എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വേൾഡ് ക്ലാസ് ഉള്ള ഈ പറയുന്ന പല രാജ്യത്തുള്ള ഫസ്റ്റ് ക്വാളിറ്റി ചേരുവകളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ്
ഇത് 100% നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വേൾഡ് വൈഡായിട്ട് നമുക്ക് ഏത് രാജ്യത്തും കയറ്റേക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു പീസിന് 110 രൂപയാണ് നമുക്കൊരു പീസ് പ്രൊഡക്റ്റിന് വരുന്നുണ്ടാവുള്ളൂ. അതായത് 28 പീസാണ് നമുക്കൊരു ബോക്സിൽ വരിക. ഐസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഐപ്പൾസ് 1 ലിറ്ററാണ് വരുന്നത്. ഐ കോഫി 10 ഗ്രാമിൻ്റെ 50 സാഷറ്റാണ് വരുന്നത്. അപ്പോൾ അത് ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. എല്ലാ പ്രൊഡക്റ്റും സെയിം റേറ്റാണ് വരുന്നത്. 2997.50 ഒരു പ്രൊഡക്റ്റിന് റേറ്റ്. 100 രൂപ കൊറിയർ ഫീസ് ഉണ്ടാവും. 397.50 ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റിന് നമുക്ക് എമൗണ്ട് വരിക. നമ്മൾ അതർ പ്രൊഡക്ട്സുകളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും റേറ്റ് ഇത് വരുന്നില്ല. ഇത്രയും നാച്ചുറലായിട്ടുള്ള കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിട്ട് പോലും വലിയ റേറ്റ് കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാം. അതിൻ്റെ മാറ്റം നമുക്ക് ഇതിലൂടെ കിട്ടുമെന്നുള്ളതാണ്. ഋഷിത് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ശരിക്കും ഇവനെ വെച്ച് വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ. ആ സംശയങ്ങളൊക്കെ നമുക്ക് തീർത്ത് കൊടുക്കണ്ട. എന്നെക്കൊണ്ട് തീർത്ത് കൊടുക്കാൻ കഴിയില്ല. കാരണം ഞാനും ഫസ്റ്റായിട്ട് കഴിക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇവനൊന്ന് വിളിച്ച് വരുത്തി ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന് ഇതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളിട്ടാ. ഇനി ഇതുപോലെ അസുഖങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ വിട്ടുകൊടുത്തിട്ട് ഇവർക്കും സജസ്റ്റ് ചെയ്താൽ ഇങ്ങനെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അതായത് മരുന്നല്ലാന്ന് ആദ്യമേ പറഞ്ഞ് ചെറിയൊരു പ്രൊഡക്റ്റാണ്, നിങ്ങളെ ജീവിതശൈലി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒന്ന് വിട്ടെടുത്തോളുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.